ഹായ് എല്ലാവരും ഹരി ബറി ആയിട്ട് എന്താണ് മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും അല്ലേ? പഠിക്കുന്നവരും പഠിക്കാത്തവരും പഠിക്കാൻ തുടങ്ങുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതായത് പ്ലസ് ടു മാത്സ് എക്സാം ആണ് ഇനിയിപ്പോൾ അടുത്ത സബ്ജക്റ്റ് വരുന്നത്. സോ അതിന് എൻ്റെ ടൈമിൽ എനിക്ക് 94 ഉണ്ടായിരുന്നു. സോ എനിക്ക് എങ്ങനെയാണ് അത് കിട്ടിയത്, സോ എൻ്റെ സ്ട്രാറ്റജീസ് ഒക്കെ എന്തായിരുന്നു, പിന്നെ ആ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് 90 എബോവ് ഒക്കെ ഡ്രീം ചെയ്യാൻ പറ്റുമോ മാത്സിൽ. അപ്പം അങ്ങനത്തെ കുറച്ച് ക്യൂറീസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ യെസ്, ഒരു റെഗുലർ സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന്, ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയാൽ പോലും 90 എബോവ് ഒക്കെ കിട്ടും. അത് നിങ്ങൾക്കിപ്പോൾ ഇത്രയും ഗ്യാപ്പും ഉണ്ട്. നമുക്ക് എല്ലാ ചാപ്റ്ററും വൃത്തിക്ക് ഒരു ദിവസം ഇരുന്ന് പഠിക്കാനുള്ള ഗ്യാപ്പ് വരെ ഉണ്ട്. സോ യെസ്, യു വിൽ ഗെറ്റ് ഇറ്റ്. ബട്ട് ദ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് നമുക്ക് നല്ലൊരു ബോധ്യം ഉണ്ടാവണം നമ്മൾ പഠിക്കുന്നതിന് മുന്നേ. സോ അതാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്തിരുന്നത് വെച്ചാൽ, ഞാനൊരു ഭയങ്കര ലൈക്ക് എല്ലാ ദിവസവും ഞാൻ പഠിപ്പിക്കുന്ന അനുസരിച്ച് പഠിച്ചുകൊണ്ടിരുന്നൊരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് NCERT വൃത്തിക്ക് അറിയണം. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്ക് അതാരും മറന്ന ഒരു ഗൈഡോ വേറെ എന്ത് പഠിക്കാൻ പോയാലും NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നായിരിക്കും മക്കളെ 70% വരുന്നത്. സോ NCERT ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ എക്സസൈസും വൃത്തിക്ക് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് പ്രത്യേകിച്ച് ഇൻ്റഗ്രേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ഈ ചാപ്റ്റേഴ്സൊക്കെ എല്ലാവരും വിചാരിക്കും അയ്യോ ഗൈഡിൽ നിന്നൊക്കെ ആയിരിക്കും. പക്ഷേ മക്കളെ, ഏറ്റവും കൂടുതൽ വരുന്നത് NCERT നിന്നാണ്. അതെനിക്ക് ഭയങ്കര ഉറപ്പാണ്. കാരണം ഞാനും കുറേ റിപ്പീറ്റഡ് മീൻസ് കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. സോ യെസ്, അപ്പം ഓർക്കേണ്ട കാര്യം എന്താണ്, NCERT ക്വസ്റ്റ്യൻസ് വൃത്തിക്ക് ചെയ്തിരിക്കണം. ഇൻ്റഗ്രേഷൻ ആണെങ്കിലും നിങ്ങൾ ആ NCERTയുടെ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് വന്നേ. ഇൻ്റഗ്രേഷൻ ഭയങ്കര എളുപ്പമാവും. ഞാൻ ഒരു വീഡിയോ 2-3 വീഡിയോസും കൂടി ഇടാം. അതായത് അബൌട്ട് എങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ പഠിക്കേണ്ടത്, ഡിഫറൻസിയേഷൻ എങ്ങനെയാണ്, എന്താണത് ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, പിന്നെ അതിൻ്റെ വേണമെങ്കിൽ പാടുള്ള എക്സസൈസ് അത് വേണമെങ്കിൽ ഞാൻ ലൈക്ക് ഒരു വീഡിയോ ആയിട്ട് ഇടാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി എന്തൊക്കെയാണ് നിങ്ങളുടെ ഡൗട്ട്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട 2 ചാപ്റ്റേഴ്സാണ് വെക്ടേഴ്സ് ആൻഡ് 3D. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും, എളുപ്പവുമാണ്. പിന്നെ മെട്രിസസും ഡിറ്റർമിനൻസും അതും എന്താണ് എളുപ്പമാണ്. മാർക്ക് മേടിക്കാൻ പഠിക്കാനും നമുക്ക് എളുപ്പമാണ്, മാർക്ക് മേടിക്കാനും എളുപ്പമാണ്. പക്ഷേ ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ നമുക്ക് അറിയത്തില്ല അവർ ചോദിക്കുന്നത് എങ്ങനെയാണ്. പക്ഷേ NCERT നിന്നാണ് ചോദിക്കാൻ സാധ്യത കൂടുതൽ. സോ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഞാൻ NCERT ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുമായിരുന്നു. ഇപ്പോൾ നമുക്കപ്പം സ്റ്റാർട്ടിങ് തൊട്ട് ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലും എക്സസൈസിൽ 1-2 ക്വസ്റ്റ്യൻസ് വീതമെങ്കിലും നിങ്ങൾ പഠിക്കണം. പുതിയ എഡിഷൻ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് വേണം പഠിക്കാൻ. പലരും അതായത് എനിക്കറിയാവുന്ന ആൾക്കാരെല്ലാം പഴയ സീനിയേഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്താൽ പഠിക്കുന്നത്. പക്ഷേ പുതിയ എഡിഷനിൽ കുറേ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ചു, അയ്യോ ഞാൻ പഠിച്ചതും പകുതിയോളം കാണുന്നില്ല. ലൈക്ക് കുറേ എക്സസൈസ് ഉണ്ടായിരുന്നു, ഇപ്പം അതൊന്നും കാണുന്നില്ല. അപ്പം യെസ്, നിങ്ങൾക്കപ്പോൾ ആ ഒരു ഓഫർ പോലെയാണ്. പിന്നെ അതുപോലെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസും ട്രിക്കി ആവാം. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കിയായിരുന്നു. അത്യാവശ്യം ട്രിക്കി ആയിട്ടാണ് അവർ ചോദിക്കുന്നത്. അപ്പം നമുക്ക് സെക്ഷൻ അതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, അങ്ങനത്തെ വീഡിയോസും ഞാൻ ഇടാം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് നിങ്ങൾ കമൻറ്റിൽ ഇട്ടാൽ മതി. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ, എനിക്ക് അഗർവാളിൻ്റെ ഗൈഡായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് RD ശർമ്മ ഉണ്ടായിരുന്നു, ഞാൻ പക്ഷേ RS അഗർവാളിൻ്റെ ഗൈഡായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ RD ശർമ്മയാണെങ്കിലും നോ പ്രോബ്ലംസ്. ഒരു ഗൈഡ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. കുറച്ചുകൂടി ട്രിക്കി ക്വസ്റ്റ്യൻസിലേക്ക് ഒരു ആക്സസ് വരാൻ ഗൈഡ് ഉള്ളത് നല്ലതാണ്. പിന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതായത് പുതിയൊരു വർഷത്തിൽ കുറേ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് CBSE ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾക്കും പറ്റുവാണെങ്കിൽ മാക്സിമം സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യണം. എനിക്ക് തോന്നുന്നു 10 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓളം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫുള്ള് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു. പിന്നെ നിങ്ങൾ യൂട്യൂബ് ബാക്കിയുള്ള ഇങ്ങനെ കോഴ്സസും വീഡിയോസും ഒക്കെ കുറേ യൂട്യൂബ് ചാനൽസ് ഇടുന്നുണ്ട്. അത് നിങ്ങൾ എല്ലാവരും കാണണം. പ്ലസ് നിങ്ങൾ ചിന്തിക്കുകയും വേണം. അതിപ്പോൾ നിങ്ങളൊരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾ ചിന്തിക്കണം, ഓക്കെ ഇതെങ്ങനെ ചെയ്യാം, എനിക്ക് തന്നെ ഈ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഞാൻ എങ്ങനെ ചെയ്യും, അങ്ങനെ ചിന്തിക്കണം. എന്നാലും നമുക്ക് എക്സാമിൽ ഈവൻ നമ്മൾ പഠിച്ച് ചിലപ്പോൾ നമുക്ക് മറന്നു പോകും. അത് നമ്മൾ ആ ചിന്തിച്ച് എഴുതാത്തതുകൊണ്ടാണ്.
അപ്പം ഞാൻ വേരിയസ് ട്രിക്സ് ഒക്കെ പറഞ്ഞു തരാം. അതായത് ഇനിയുള്ള വീഡിയോസിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തൊക്കെ രീതിയിലാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ പട എളുപ്പമാക്കി തരാം നിങ്ങൾക്ക്. നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ എനിക്ക് ലൈക്കും ലൈക്ക് മാക്സിമം ഷെയർ ചെയ്യണം ഈ വീഡിയോയിൽ. എന്നാലേ ബാക്കിയുള്ളവർക്കും ഇത് എത്തത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സ് ഒക്കെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അത് ഞാൻ പ്രിപ്പയർ ചെയ്ത് ഞാൻ വീഡിയോ ആക്കാം. ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും മനസ്സിലാക്കിയാൽ എളുപ്പമുള്ള ടോപ്പിക്സാണ്. പൊതുവേ ഒരു ഹൈപ്പാണ്, അയ്യോ ഭയങ്കര പാടാണല്ലോ എങ്ങനെ ഇത് എഴുതും എന്നുള്ളൊരു ഹൈപ്പാണുള്ളത്. പക്ഷേ അത് ആ ഒരു ഇതിലേക്ക് പോയല്ല. അതിൻ്റെ എല്ലാ ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ മാക്സിമം അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഫോമുലാസ്, ഇക്വേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഡ്യൂട്ടി. സോ ഇതൊക്കെ ഇതിനെല്ലാത്തിനും നമുക്ക് ട്രിക്സും എല്ലാം ഉണ്ട്. സോ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂണായിട്ട് നമ്മുടെ ചാനലിലൂടെ തന്നെ നിൽക്കണം നിങ്ങൾ. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു അഡീഷണൽ കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് ഞാൻ ബ്രില്യൻറ്റിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. യെസ്, ഞാൻ നോർമൽ ബാച്ചിലായിരുന്നു +1 +2. സോ യെസ്, അവർ തന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് ഇപ്പോഴും ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷനൊക്കെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വരെ എനിക്കിഷ്ടമാണ്. അതെങ്ങനെയാണത് ലൈക്ക് ആ ഒരു മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതിലെന്തൊക്കെയാണ് ചെയ്യേണ്ടത്. സോ ആ ഒരു കൺസെപ്ഷ്യൽ വൈസ് അല്ലെങ്കിൽ ആ ബേസ് സ്ട്രോങ് ആക്കി തന്നത് ബ്രില്യൻറ്റുകാർ തന്നെയാണ്. യെസ്, അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ ഇതൊക്കെയാണ് ചെയ്തത്. ഞാൻ NCERT ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നു. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സാമ്പിൾ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു. പിന്നെ ബ്രില്യൻറ്റിൻ്റെ ഒരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നു, അതും ചെയ്തായിരുന്നു. പക്ഷേ ലൈക്ക് നമ്മൾ ആ NCERT ടെക്സ്റ്റും ഗൈഡും കൂടി ഫോളോ ചെയ്താൽ യെസ്, യു വിൽ ഗെറ്റ് എബോവ് 90. ദാറ്റ്സ് ഫോർ ഷുവർ. നമ്മൾ ആ ഒരു ഹാർഡ് വർക്ക് ഇട്ടാൽ മതി. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. കുറച്ച് ദിവസം എന്ന് വെച്ചാൽ ഓക്കെ, ബാക്കി എല്ലാ സബ്ജക്റ്റിനെക്കാളും ദിവസമുണ്ട്. നമ്മൾ കുറച്ച് ദിവസം ഉള്ളൂ എന്ന് വിചാരിച്ച് ആ ഒരു എഫേർട്ട് ഇട്ട് പഠിച്ചാൽ മതി. ഓ ഇനി 5 ദിവസം കൂടെ ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ വിചാരിക്കും ഓക്കെ ഇനി ഉണ്ടല്ലോ പഠിക്കാമല്ലോ. പക്ഷെ നമ്മൾ ആ ഒരു എഫേർട്ട് ഈ 5-6 ദിവസം ഇട്ടാൽ മക്കളെ നിങ്ങൾക്ക് മാർക്ക് എന്തായാലും കിട്ടും. സോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്തു തരാം. ഞാൻ ഇനി തൊട്ട് മാക്സിമം വീഡിയോസ് ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത് ഞാൻ എഡിറ്റ് ചെയ്ത് ഇട്ടേക്കാം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. സോ യെസ്, അപ്പം ഇതായിരുന്നു എൻ്റെ ഒരു ജേർണി. നിങ്ങൾക്കും നല്ല എല്ലാവർക്കും മാക്സിമം 95 എബോ കിട്ടട്ടെ. കാരണം മാത്സ് ഒക്കെ നമുക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. കീം എക്സാമിനായിക്കോട്ടെ, ബാക്കിയുള്ള ഏത് എൻട്രൻസ് ലെവൽ എക്സാമും നമ്മളിപ്പം കോളേജിൽ പോയാലും, അതായത് ബാക്കി കോളേജ് കഴിഞ്ഞ് കമ്പനിയിലാണെങ്കിൽ പോലും എല്ലാ +2 സബ്ജക്ട്സിൻ്റെ മാർക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. സോ അപ്പം നിങ്ങൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ എന്നുള്ള രീതിയിൽ ചാപ്റ്റേഴ്സൊക്കെ ഡിവൈഡ് ചെയ്യുക. എല്ലാ ദിവസവും ഏതൊക്കെ ചാപ്റ്റേഴ്സ് വേണമെന്ന് പ്ലാൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജിയുടെ വീഡിയോയും ഞാൻ അയച്ചു തരാം. സോ അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.